എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ CPO-IRB നമ്മുടെ WCP പരീക്ഷകൾ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അവസാന നിമിഷങ്ങളിൽ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകാൻ. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവസാനം നിങ്ങളെ പാനിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള. നമ്മൾ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ. പാനിക്കാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അവസാന നിമിഷം എന്താണ് ചെയ്യേണ്ടത് അത് മാത്രമേ പറയുന്നു. റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്, ആ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഇനി അവസാനം ഞാൻ ഈ വീഡിയോ ഈ പറയുന്ന എക്സാമിൻ്റെ ആ ടൈമിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് വീണ്ടും ടെൻഷനായെന്ന്. അതൊന്നും അല്ല. ഇന്നത്തെ ദിവസം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഒരുപാട് പഠിക്കുന്നതിനേക്കാൾ നിങ്ങളെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എക്സാം ഹാളിൽ നിങ്ങളുടെ ചില പെർഫോമൻസുകൾ, നിങ്ങളുടെ പരിപാടികൾ മൂലം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നെഗറ്റീവ് മാർക്കുകൾ, ആവശ്യമില്ലാതെ ഇല്ലാണ്ടായി പോകുന്ന കുറേ മാർക്കുകൾ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് അങ്ങനെ നമ്മൾ പരിശീലിച്ചാൽ തന്നെ, അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് കുറേ മാർക്കുകൾ അധികം സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറേ മാർക്കുകൾ നമ്മുടെ മണ്ടത്തരങ്ങൾ മൂലം പോകാതെ ഇരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പോസിറ്റീവായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് മുതൽ നിങ്ങൾ മോക്കൊക്കെ ആൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൂടി ചേർത്തായിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തത്, നിങ്ങളൊരു പ്രയോറിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് വരുന്നത്, കുറച്ച് സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഒരു കാറ്റഗറി നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുമല്ലോ. നിങ്ങളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്സ് ആണ് ഏറ്റവും എളുപ്പം, അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഓർഡറാണ് വരുന്നത്. എനിക്ക് ഏറ്റവും പാട് കെമിസ്ട്രി, മലയാളം പോലുള്ള സബ്ജക്റ്റുകളാണ്. സ്കോർ ചെയ്ത് വരാൻ എനിക്ക് ബുദ്ധിമുട്ടെടുക്കുന്നു, ടൈം എടുക്കുന്നു. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം ഹാളിൽ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ചില ആളുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറിൽ തന്നെ ചെയ്ത് പോകാറുണ്ട്. അതത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മാത്സ് ചിലപ്പം മാത്സ് നന്നായിട്ട് അറിയാവുന്നത്, ഞാൻ അങ്ങനെ ആദ്യം ചെയ്തു വന്നിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനം വരുമ്പോൾ മാത്സ് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അവസാനം ഒട്ടും സമയം കിട്ടാതെ ആ ടോപ്പിക്ക് എൻ്റെയറായിട്ട് നമ്മളത് ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചില ആളുകൾക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് മലയാളമായിരിക്കും ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് ഹിസ്റ്ററി നന്നായിട്ട് അറിയാൻ പറ്റും, ചില ആളുകൾക്ക് ജോഗ്രഫി ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ. അത് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്ത് ഏതാണ് എനിക്ക് എളുപ്പം സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന, ഒരുപാട് സമയം എടുക്കുന്ന ഏതാണെന്നൊക്കെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ മാർഗം നിങ്ങൾ പഠിക്കുന്നതല്ല, നിങ്ങൾ പഠിക്കുന്ന വെച്ചിട്ട് നിങ്ങളെ അളക്കാൻ നിൽക്കരുത്. നിങ്ങൾ എക്സാമുകൾ എഴുതി നോക്കുക എന്നുള്ളതാണ്. അതിൽ പരമാവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് നോക്കിയാൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം, ഈക്വൽസിൻ്റെ പുതിയ മോക്ക് ടെസ്റ്റ് സീരീസ് രണ്ടാമത്താണ് അവിടെ. നേരത്തെ നിങ്ങൾ കുറേ ആളുകൾ 25 മോക്ക് ടെസ്റ്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് വാങ്ങിയ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമ്മൾ ഏറ്റവും അവസാന നിമിഷം പുതിയൊരു മോക്ക് ടെസ്റ്റ് സീരീസ് 25 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പുതുതായിട്ട് ഇറക്കുകയാണ്. അത്യാവശ്യം കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ടഫാണെന്നാണ് ഞാൻ വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്. കുറച്ചുകൂടി ടഫാണ്. ഒരു 40-45 എബോവ് മാർക്കൊക്കെ അത്യാവശ്യം നല്ല സ്കോർ ആയിരിക്കും. CPO-ക്ക് WCPO ആകുമ്പോഴത്തേക്ക് 50-ന് മുകളിലേക്ക് ഒരു സ്കോർ, നല്ല സ്കോർ ആയിരിക്കും. നിങ്ങൾ അതുകൊണ്ട് കുറേ ആളുകൾ എനിക്ക് കഴിഞ്ഞ മോക്ക് അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് അത്രയൊന്നും കിട്ടുന്നില്ല, 70 കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോക്ക് നമ്മുടെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സ്കോറൊന്നും നിങ്ങൾ അതിനകത്ത് വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. സോ ഡെയിലി 1-2 മോക്കുകൾ, ഇത് ഈക്വൽസിൻ്റെ വാങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങൾ മോക്ക് എവിടുന്ന് കിട്ടിയാലും എവിടുന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് മോക്ക് ഡെയിലി 1-2 എണ്ണം അറ്റൻഡ് ചെയ്ത് പോവുക. ഈ മോക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, വിളിക്കുക. അതുപോലെ തന്നെ 500 സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഇപ്പോൾ അവൈലബിൾ ആണ്, 149 രൂപയാണ്. പിന്നെ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ആദ്യത്തെ മോക്ക് വാങ്ങാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 25 മോക്കും ഇപ്പോഴത്തെ 25 മോക്കും മൊത്തം 50 മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചേർത്ത് ഇപ്പോൾ 249 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഒരു കോംബോ ഓഫറാണ്, ഇപ്പോൾ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഓഫറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാത്സ് ആണെങ്കിൽ നിങ്ങൾ മാത്സ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യും. നിങ്ങൾ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന മാത്സ് ആണെങ്കിൽ അങ്ങനെ, ഈ പറയുന്ന സയൻസ് ആണെങ്കിൽ അങ്ങനെ, മലയാളം ആണെങ്കിൽ അങ്ങനെ, അത് കഴിഞ്ഞാൽ ഏതാണ്, ഈ ഒരു ഓർഡർ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക. അത് ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ട് മോക്ക് നിങ്ങളുടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണെങ്കിൽ ആ ഓർഡറിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോവുക. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മക്കളെ എക്സാം ഹാളിൽ പ്രയോജനപ്പെടും. 100%. വേറെ എന്ത് പ്രയോജനപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എക്സാമുകൾ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഓർഡറിൽ എക്സാം എഴുതുന്ന ഓർഡർ ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് എക്സാം ഹാളിൽ പോകുക എന്നുള്ളതാണ്. ഇനി എക്സാം ഹാളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു റൗണ്ട് ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ്. ഓടിച്ചുള്ള വായനയാണ്. ഓടിച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് അറിയാവുന്നതൊക്കെ ഡബിൾ ടിക്ക് ചെയ്തു.
കുറെ ആളുകൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ സെന്ററിലൊക്കെ അത് തന്നെ പറയുന്നത്. ഡബിൾ ടിക്ക് ചെയ്ത് പോവുക. ഇനി ഒരു വട്ടം കൂടി വായിച്ചാൽ കിട്ടുന്നത് ഒരു സിംഗിൾ ടിക്ക് ചെയ്യും. അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പായിട്ട് ഉത്തരം അറിയാവുന്ന 2 ടിക്ക്, ഇനി ഒരു തവണ കൂടി വായിക്കേണ്ടി വരും എന്നുള്ളതാണെങ്കിൽ സിംഗിൾ ടിക്ക് ചെയ്ത് പോകും. ഇനി നല്ല സമയം എടുക്കും, കുറച്ചുകൂടി നല്ല സമയം എടുത്തു കഴിഞ്ഞാൽ, ഞാനിത് വായിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും, ചിലപ്പോൾ ഒന്ന് വായിച്ചാൽ കിട്ടുമെന്ന് സാധ്യതയുള്ളതിനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിനെ തരംതിരിക്കുകയാണ്. ഫസ്റ്റിലെ ഷുവർ ഷോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതിനെ ഡബിൾ ടിക്ക് ചെയ്യുന്നു. ഇനി ഒന്നുകൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനെ സിംഗിൾ ടിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് സൈൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത്. ഇനി നല്ല എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് മെനക്കെട്ടാ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക്, ഉറപ്പില്ല കിട്ടുമെന്ന്, എന്നാലൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി എടാ ഞാൻ എത്ര വായിച്ചാലും ഇത് കിട്ടാനേ പോകുന്നില്ല എന്നുള്ളതിനെ ഇൻറ്റു ചെയ്ത് വിടുക. നിങ്ങൾ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കണം. ഇതിന് ഞാൻ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല, എൻ്റെ ജീവിതത്തിലേ ഞാനിത് കേട്ടിട്ടില്ല എന്നുള്ളതിന് ഇൻറ്റു ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ചില ആളുകൾ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കുന്നത് തൊട്ടുമ്പോൾ ആ സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കണമെന്നല്ല പറയുന്നത്, ഒറ്റ വായന സ്പീഡ് വായിച്ച് പോയിട്ട് ഈ പരിപാടി ചെയ്തങ്ങ് പോവാം. എന്നിട്ട് ആൻസർ ചെയ്ത് തുടങ്ങാൻ നേരത്ത്, ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ആ ഷുവർ ഷോട്ട് ഉണ്ടല്ലോ, 2 ടിക്ക് ഇട്ടേക്കുന്നത്, അവിടുന്ന് വേണം തുടങ്ങാൻ. അവിടുന്ന് ഷുവർ ഷോട്ട് വന്നിരിക്കുന്ന മാത്സിലാണ് നിങ്ങൾ തുടങ്ങുന്നത്, മിക്കവാറും അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്സ് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ, അതിലായിരിക്കും മിക്കവാറും ഷുവർ ഷോട്ട് എല്ലാം വരുന്നത്. ആ ഷുവർ ഷോട്ടുകളാണ് ഫസ്റ്റിലെ നിങ്ങളുടെ OMRൽ ഫില്ല് ചെയ്ത് പോകേണ്ടത്. അങ്ങനെ ഷുവർ ഷോട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡബിൾ ടിക്ക് ഇട്ടേക്കുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോകേണ്ടത് സിംഗിൾ ടിക്കാണ്. അതായത് ഒന്നുകൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് സിംഗിൾ ടിക്ക് നിങ്ങൾ ചെയ്തേക്കല്ലേ. ആ സിംഗിൾ ടിക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ അടുത്തത് രണ്ടാമത് അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമതാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നത് അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. മൂന്നാമത് നിങ്ങൾ ഒന്നുകൂടി സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാധനം, നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ആ സാധനം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ ഷുവർ ഷോട്ട്, അതായത് എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള 2 ടിക്ക് ചെയ്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് OMR ഇട്ട് പോവുക. സെക്കൻഡ് നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ വീണ്ടും അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സിംഗിൾ ടിക്ക് ഇട്ടേക്കുന്ന അറ്റൻഡ് ചെയ്ത്, അതെന്താ നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചാൽ കിട്ടും എന്നുള്ളത്. ഇനി ഒന്നുകൂടെ വായിച്ചിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻഡ്യൂ ചെയ്ത് കളഞ്ഞേക്കാട്ടോ. അത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഡ്യൂ ചെയ്ത് അവിടെ കളയണം രണ്ടാമത്തെ അറ്റംപ്റ്റിൽ. ഇനി മൂന്നാമത് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് ചെയ്തു വരിക. അപ്പോൾ അതിനകത്തും നിങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഇൻഡ്യൂ ചെയ്ത് കളയുക. എന്നിട്ട് ഇത് ഒരു പരുവമാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഏകദേശം ഒരു ധാരണ എത്തും എത്ര ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളതെന്ന്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക, ഒരു 40 ബിലോ ആണെങ്കിൽ നിങ്ങൾ പിന്നെയും റിസ്ക് എടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങളൊരു 60 എബോവ് പോയിട്ടുണ്ടെങ്കിൽ, 65 എബോവ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇൻറ്റു ചെയ്ത് ഒരു 35ന് മുകളിൽ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതിനർത്ഥം ഒറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത ആളാണെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മക്കളെ എക്സാം ടഫാണ്. എക്സാം ടഫാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ടഫാണ്. നിങ്ങൾ ഒരു കാരണവശാലും ആ ഇൻഡ്യൂ ഇട്ടേക്കുന്ന 35 മാർക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം നിങ്ങൾ സെക്യൂർ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുള്ള ഷുവർ ഷോട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഡൗട്ടഡ് ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷേ രണ്ടാമത് അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയതുമായിട്ടുള്ള നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. സോ ആ ഇൻഡ്യൂ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഇനി നിങ്ങൾ ഒരു വീണ്ടും വന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻ ഒന്നും ആയിട്ടില്ല, ഒരു 40 ബിലോ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡ്യൂവിൽ പോകുക എന്നുള്ളതാണ്. ഇൻഡ്യൂവിൽ പോയിട്ട് ഒന്നുകൂടി ആലോചിച്ച് പറ്റുന്നത് എഴുതുക, കറക്റ്റ് കുത്താൻ പറ്റുമെങ്കിൽ. 40 ഒരു ബിലോ നമുക്ക് എന്തായാലും പാസ്സാവുന്ന ഒരു മാർക്കല്ല. സോ അവിടെ റിസ്ക് എടുക്കേണ്ടി വരും. അത് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകൾ കറക്കി കുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ, കറക്കി കുത്തുന്നതിൻ്റെ പ്രോപ്പർ വേ ഇതാണ്. അതല്ലാതെ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു എക്സാം ഹാളിൽ പാസ്സായി പോകണമെങ്കിലും കറക്കി കുത്തുമ്പോഴത്തേക്ക് പോലും റിസ്ക് മാക്സിമം ഹാം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. നിങ്ങൾ ഇത് മോക്കുകളിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. മോക്ക് ടെസ്റ്റുകൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ചെയ്തു നോക്കുക. അതിൻ്റെ ഒരു ഗുണം, 2 ഗുണമുണ്ട് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം. ഫസ്റ്റ്ലി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടുള്ള, എന്നാൽ രണ്ടാമത് വായിച്ചാൽ പിന്നെ അങ്ങനെ ഒരു 40 അത്രയും നമ്പേഴ്സ് അല്ലെങ്കിൽ 30+ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ഇവിടെ ആൾറെഡി ഇത്രയും നമ്പേഴ്സ് എനിക്ക് 30+ മാർക്ക് വന്നിട്ടുണ്ട്, ഇനി കുറച്ചുകൂടെ മാർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കട്ട് ഓഫ് പാസ്സായി പോകും. ഈ കോൺഫിഡൻസ് നിങ്ങൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും. ഇച്ചിരിയൊക്കെ ഓർമ്മയുള്ളത് എന്നാൽ ഒന്നുകൂടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളത്, നമുക്ക് ഈ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഇരിക്കുന്ന സമയത്ത് എന്താ ഗുണം, നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഓർമ്മ മെമ്മറി കിട്ടാനുള്ള ചാൻസ് കൂടും. പക്ഷേ നമ്മൾ ആദ്യമേ അറിയാത്തതും അറിയാവുന്നതും ഒക്കെ മിക്സ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കോ കിട്ടത്തില്ലേ, ഇങ്ങനെ എല്ലാം കൂടി ആലോചിച്ച് ഉള്ളതും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവും. സോ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്കം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, PSC അല്ല, എൻ്റെ ലോയുടെ എക്സാം, ക്ലീഡ് എക്സാം ഞാൻ പാസ്സായത് 3 ദിവസം. അതിവിടെ പറയേണ്ട ആവശ്യമൊന്നുമല്ല. 3 ദിവസം കൊണ്ടാണ് ഞാൻ ക്ലിയർ എക്സാം എഴുതി പാസ്സായത്. ചില ആളുകൾ 1 വർഷമൊക്കെ എടുത്ത് പഠിച്ചിട്ടാണ്, 1 വർഷം 2 വർഷം 3 വർഷം കോച്ചിങ്ങിന് പോയിട്ടാണ്. ഞാൻ 3 ദിവസം ഒരു പുസ്തകം എടുത്ത് വെച്ച് വായിച്ചിട്ടാണ് ക്ലീ പാസ്സായത്. അതിൽ ഞാൻ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച ഈ മെത്തേഡ് തന്നെയാണ്. എന്തായാലും അത്യാവശ്യം
റാങ്കോട് കൂടി തന്നെയാണ് ക്ലീഡ് എക്സാം പാസ്സായി ലോയ്ക്കൊക്കെ പോയത്. അത് എനിക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റി. നിങ്ങൾക്ക് അത് പറ്റണമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്നും അതിൻ്റെ ഒരർത്ഥമില്ല. നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക. അത് എക്സാം ഹാളിൽ പോയിട്ട് ഇത് പറഞ്ഞത് എക്സാം ഹാളിൽ കൊണ്ട് ചെയ്യരുത്. നിങ്ങൾ ഇപ്പോഴേ എഴുതുന്ന എക്സാമുകൾ, മോക്ക് എക്സാമുകൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഈസി ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അത്യാവശ്യം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതിനേക്കാൾ ഒരു +5 മാർക്ക് ഉറപ്പായിട്ടും കയറും. ആവശ്യമില്ലാതെ നെഗറ്റീവ് മാർക്ക് വരത്തുമില്ല. നിങ്ങൾ ഇൻറ്റു ഇട്ട് മാർക്ക് ചെയ്തായതുകൊണ്ട് നിങ്ങൾ ആൾറെഡി പ്രിപ്പയർഡ് ആണ്. അവിടെ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ ഇത് എഴുതരുത്, നിങ്ങൾ മനസ്സിൽ ആൾറെഡി വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ മൈൻഡിൽ അതും കയറും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ഇത് മണ്ടത്തരം വീണ്ടും അയ്യോ മാർക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ അവിടെ 100 എണ്ണം വരെയൊക്കെ കുത്തിയിട്ട് വരുന്ന ആളുകളെ എനിക്കറിയാം. അതെന്താ, ഈ ഒരു ശീലമില്ല. ഇത് അറിയാത്തത് ഒഴിവാക്കണം എന്നുള്ള ശീലമില്ല. അപ്പോൾ ആ ശീലം കൂടി വരുത്താനായിട്ട് നിങ്ങൾ മോക്കുകളിൽ, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മോക്കുകളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും പ്രയോജനപ്പെടുകയാണെങ്കിൽ താഴെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിരിക്കും. ഇല്ലെങ്കിൽ കമന്റ് ചെയ്തിലും കുഴപ്പമില്ല. നിങ്ങളിത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവരോട് ഇങ്ങനെ ചെയ്യാൻ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതുമായിട്ടല്ല CPO WCPO ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കും.